ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. നമ്മുടെ ഹീറോൻ്റെ ഗ്ലാമറാണ് വണ്ടി. നമുക്കതിൻ്റെ എൻജിൻ സൗണ്ട് വേരിയേഷൻസ് ഉള്ളതും കൊണ്ട് എൻജിൻ വർക്കിനായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കതിനകത്ത് ജോബ് കാർഡിൽ പറഞ്ഞിരിക്കുന്ന വർക്കുകൾ എന്ന് പറഞ്ഞാൽ എൻജിൻ വർക്ക് ഉണ്ട്, അതേപോലെ തന്നെ ഹാൻഡിൽ ബെയറിങ്, അത് ബോൾ റൈസർ കംപ്ലൈൻറ്റ്, വണ്ടി വെട്ടൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് ക്ലിയർ ചെയ്യണം. ടാങ്ക് ബാഗ് മാറ്റാനുണ്ട്, ജനറലായിട്ടൊരു സർവീസ്, വാട്ടർ സർവീസ്, ഫ്ലാപ്പ് സെറ്റിങ്, ഇഗ്നീഷ്യൻ സ്വിച്ച്, ലൂസ് കോൺടാക്ട്, ഇത്രയും കേസാണ് മെയിനായിട്ട് പറഞ്ഞിരിക്കുന്ന വർക്ക് കേട്ടോ. അപ്പോൾ നമ്മൾ അതിൻ്റെ എൻജിൻ്റെ ഭാഗം നമ്മൾ അയച്ചിട്ടുണ്ട്. എൻജിൻ വണ്ടിയിൽ നിന്ന് അഴിച്ച് നമ്മളത് കംപ്ലയിൻസ് ചെക്ക് ചെയ്യാനായിട്ട് അയച്ചതാണ്. അപ്പോൾ എൻജിൻ ഫുൾ എൻജിൻ വർക്കായിട്ടാണ് ചെയ്യണം. ഞാനത് വണ്ടി എൻജിൻ അഴിച്ച് പീസാക്കിയിട്ടുണ്ട്. അപ്പോൾ നിലവിൽ നമുക്ക് അതിൻ്റെ ഈ ക്രാങ്കിൻ്റെ കംപ്ലയിൻ്റാണ്, ആ സൗണ്ടിൻ്റെ വേരിയേഷൻ വന്നത് കേട്ടോ. അപ്പോൾ ക്രാങ്ക് ഷാഫ്റ്റ് നമ്മൾ മാറ്റി പുതിയതാണ്. ക്രാങ്കിൻ്റെ കണക്ടർ റോഡിൻ്റെ ബെയറിംഗ് കംപ്ലയിൻ്റ് ഉണ്ട്, സൈഡ് ബെയറിങ്ങും ചെറിയ മുഴക്ക സൗണ്ട് ഉണ്ട്. അതാണ് മെയിനായിട്ട് വന്നതാണ് പ്രോബ്ലം. പിന്നെ മൈന്യൂട്ടായിട്ട് വണ്ടിക്ക് ഓയിൽ ലെവൽ കുറയണ കംപ്ലയിൻ്റ് ഉണ്ട്, കാരണം ചെറിയ പുകയുടെ പ്രശ്നമുണ്ട്. അത് പറയാൻ കാരണം എന്ന് വെച്ചാൽ നിലവിൽ നമ്മൾ സിലിണ്ടർ അഴിച്ച് നോക്കുമ്പോൾ തന്നെ അതിൻ്റെ ഉള്ളിലേക്ക് കറക്റ്റ് ആ ഫയറിങ് നടക്കുന്ന പോർഷനിലേക്ക് കറക്റ്റ് ഓയിൽ കയറി വരുന്നുണ്ട്. അത് തന്നെയല്ല, നമുക്ക് ശ്രദ്ധിച്ച് നോക്കിയാൽ അതിനകത്ത് അത്യാവശ്യം നല്ല രീതിയിൽ സ്ക്രാച്ചസ് അതിൻ്റെ ഉള്ളിൽ വന്നിട്ടുണ്ട്. സിലിണ്ടർ പിസ്റ്റണും തമ്മിലുള്ള തേമാനാണത്. ആ സ്ക്രാച്ച് ഉള്ളത് കൊണ്ട് തേമാനത്തിൻ്റെ ഒരു ഇതാണ് നമുക്ക് അതിനകത്ത് മനസ്സിലാവുക. തേമാനം കൂടുതലുള്ളതായിട്ട് നമുക്ക് അതിനകത്ത് ചെയ്യാം. അപ്പോൾ നമുക്ക് ഫുൾ എൻജിൻ വർക്ക് എന്ന് പറയുമ്പോൾ നമുക്ക് ഇപ്പോൾ ക്രാങ്ക് ഷാഫ്റ്റ് സിലിണ്ടർ അടക്കം മാറ്റിയിട്ട് ചെയ്യണ വർക്കാണ്. അപ്പോൾ ആ രീതിയിൽ ചെയ്യാനുള്ള രീതിയിലാണ് ഇപ്പോൾ നമ്മളിപ്പോൾ എസ്റ്റിമേറ്റ് ഇടുന്നത്. അപ്പോൾ അതിനകത്ത് നമ്മൾ മാറ്റേണ്ടിയിരുന്ന പാർട്സുകൾ ജസ്റ്റ് ഒന്നും പറയാം. ഒന്ന്, ക്രാങ്ക് ഷാഫ്റ്റ് നമ്മൾ മാറ്റി പുതിയത് സെറ്റ് ചെയ്യാണ്. അതേപോലെ സിലിണ്ടർ അതിനോടനുബന്ധിച്ച് പിസ്റ്റൺ, അത് കിറ്റായിട്ട് വരാം. സിലിണ്ടർ പിസ്റ്റൺ കിറ്റായിട്ട് വരും. പിന്നെ അതേപോലെ തന്നെ നമുക്ക് അതിൻ്റെ എൻജിൻ ഹെഡിൻ്റെ ഭാഗത്ത് ഇതുമ്പോൾ കിടക്കുന്ന വാൽവൊക്കെ ഡ്യൂപ്ലിക്കേറ്റ് വാൽവാണ്. എനിക്ക് തോന്നുന്നു എൻജിൻ ഹെഡിൻ്റെ ഭാഗം ക്ലച്ച് സൈഡൊക്കെ എന്തോ വർക്ക് ചെയ്തിട്ടുണ്ട് വണ്ടി. അപ്പോൾ നമ്മൾ ഇത് മാറ്റും. ഇത് വാൽവ് മാറ്റിയതിന് ശേഷം കമ്പനി ഒറിജിനൽ വാൽവ് ഇട്ടിട്ട് അതിൻ്റെ വാൽവ് ഗൈഡ് തേമാനം വരും. ഈ ഡ്യൂപ്ലിക്കേറ്റ് ഉപയോഗിക്കുമ്പോൾ അങ്ങനെ കോമൺ ആയിട്ട് വരും ഇത്. അത് ഇപ്പോൾ നിലവിൽ പ്രശ്നമില്ലെങ്കിലും സമീപ ഭാവി നമുക്കത് കംപ്ലയിൻറ്റ് കാണിക്കും. അപ്പോൾ വാൽവ് മാറ്റി വാൽവ് ഗൈഡൊക്കെ മാറ്റി നമ്മൾ റീസെറ്റ് ആക്കും. അതേപോലെ തന്നെ എൻജിൻ ഹെഡിനകത്ത് തന്നെ ക്യാം ഷാഫ്റ്റിൻ്റെ ബെയറിങ് കംപ്ലയിൻ്റ് ഉണ്ട്. അപ്പോൾ ക്യാം ഷാഫ്റ്റിന് കംപ്ലയിൻറ്റ് വേറെ തേമാനം കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ സൈഡിലത്തെ ബെയറിങ് മാത്രമായിട്ട് നമുക്ക് മാറ്റാൻ പറ്റും. അപ്പോൾ നമുക്ക് ലേത്തി കൊടുത്താൽ ഈ ഹെഡ് ക്ലിയർ ചെയ്യുന്ന കൂട്ടത്തിൽ നമുക്ക് അതിൻ്റെ സൈഡ് ബെയറിങ് കൂടി നമുക്ക് മാറ്റിയെടുക്കാം. പിന്നെ ക്ലച്ചിൻ്റെ ഈ ക്ലച്ച് ഔട്ടറിൻ്റെ ഉണ്ടല്ലോ, ഉള്ളിൽ തന്നെ ബുഷിന് നല്ല തേമാനമുണ്ട്. അപ്പോൾ ചേച്ചിക്ക് ഒരു മുഴക്ക സൗണ്ടും വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിത് വണ്ടി വർക്ക് കഴിഞ്ഞിട്ട് സാധാരണ ഇത് ക്ലച്ച് ബെല്ലടിച്ച ചില കേസിൽ സൗണ്ട് റിപ്പീറ്റ് കാണിക്കാറുണ്ട്. ഇത് മാറ്റണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം വിലയുണ്ട്. 2000-2000 ചില്ലാണ്ട് നമുക്ക് ഇതിന് മാത്രം വിലയുണ്ട്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതൊന്ന് ലെയ്ത്തിൽ കൊടുത്തിട്ട് അതിൻ്റെ ഉള്ളിലത്തെ ബുഷ് മാത്രം ഒന്ന് അടിച്ച് നോക്കാം. അതിന് ശേഷം വണ്ടി സെറ്റിങ് കഴിഞ്ഞ് സ്റ്റാർട്ട് ചെയ്തിട്ട് സൗണ്ട് വ്യത്യാസങ്ങൾ വേറെ ഒന്നുമില്ല, നോർമൽ സൗണ്ട് തന്നെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ യൂസ് ചെയ്യാം. എന്തെങ്കിലും അബ്നോർമലായിട്ട് വലിയ മുഴക്ക സൗണ്ട്, ഇതിങ്ങനെ ഒരു റൊട്ടേഷൻ സൗണ്ട് കാണിക്കാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ നിലവിൽ ചെറിയ സൗണ്ട് വ്യത്യാസമുണ്ട്. അപ്പോൾ ആ ബുഷ് അടിച്ച് കഴിയുമ്പോൾ അത് മാറുമെന്നാണ് വിചാരിക്കണേ. അപ്പോൾ അത് റെഡി ആക്കിയതിന് ശേഷം വീണ്ടും മുഴക്ക സൗണ്ട് മാറുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ക്ലച്ച് ഔട്ടറായിട്ട് മാറ്റേണ്ടി വരും കേട്ടോ. അപ്പോൾ ഞാൻ എസ്റ്റിമേറ്റിനകത്ത് ക്ലച്ച് ഔട്ടർ തൽക്കാലം ഉൾപ്പെടുത്തുന്നില്ല. ഞാനത് ലെയ്ത്ത് വർക്കിനകത്ത് ഉൾപ്പെടുത്തിയിട്ടാണ് ഇപ്പോൾ നമ്മൾ എസ്റ്റിമേറ്റ് ഇടണേ. കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ ഞാൻ ഇൻഫോം ചെയ്യാം, എന്നിട്ട് നമുക്ക് മാറ്റിയാൽ മതി. 90% റെഡി ആവുമെന്ന് വിചാരിക്കണം. ഓക്കെ. പിന്നെ നമ്മൾ ചെയ്യണമെന്ന് വെച്ചാൽ ഗിയർ ബോക്സ്, ഇപ്പോൾ നമ്മളിങ്ങനെ അഴിക്കണ കൂട്ടത്തിൽ കൂടെയാണ് നമുക്ക് അതിൻ്റെ ഗിയർ ബോക്സിൻ്റെ ബെയറിങ്ങുകൾ മാറ്റാൻ പറ്റുക. ഇപ്പോൾ ഇരിക്കുന്ന ബെയറിങ്ങുകളൊക്കെ നമുക്ക് ഇപ്പോൾ കംപ്ലയിൻറ്റിൽ സൗണ്ട് കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ പുറമേ നിന്ന് അഴിച്ച് മാറ്റാൻ പറ്റില്ല. പിന്നെ ആ ബെയറിങ്ങിന് വേണ്ടിയിട്ടൊക്കെ നമ്മൾ എഞ്ചിൻ അഴിക്കേണ്ട സിറ്റുവേഷനൊക്കെ വരും. അപ്പോൾ ഇതേപോലെ അഴിക്കുമ്പോൾ ആ കൂട്ടത്തിൽ കൂടെ ഗിയർ ബോക്സിൻ്റെ 4 ബെയറിങ്ങുകൾ മാറ്റിവിടും. ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ സൈഡിൽ വരുന്ന നീഡിൽ ബെയറിങ് അടക്കം നമ്മൾ മാറ്റി റീസെറ്റ് ചെയ്യണം. പിന്നെ ക്ലച്ച് ഡിസ്ക് ഞാൻ നോക്കുമ്പോൾ ഇത് എനിക്ക് ഇടയ്ക്ക് എപ്പോഴും പണതേക്കണതായിട്ട് തോന്നുന്നുണ്ട്. പക്ഷേ എന്നെങ്കിൽ കൂടി എഞ്ചിൻ വർക്കായിട്ട് ചെയ്യുമ്പോൾ കൂട്ടത്തിൽ കൂടെ നമ്മൾ ക്ലച്ച് ഡിസ്ക് അതിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട്. പിന്നെ അതിൻ്റെ ഗ്യാസ്കറ്റുകൾ, ഓറിങ്ങുകൾ, ഓയിൽ സീൽ, ഡോൾപിൻ, ആ സാധനങ്ങളൊക്കെ നമുക്ക് എഞ്ചിൻ സെറ്റ് ചെയ്യുന്ന സമയത്ത് ആവശ്യമായിട്ട് വരും. പിന്നെ എഞ്ചിൻ ഓയിൽ കാര്യങ്ങളൊക്കെ അതിനകത്ത് എടുക്കണം. സ്പാർക്ക് പ്ലഗ് കൂട്ടത്തിൽ കൂടെ മാറ്റണം. പിന്നെ അത് കൂടാണ്ട് നമുക്ക് അതിൻ്റെ കോൺസെപ്റ്റിൻ്റെ കംപ്ലയിൻ്റ് ഉണ്ട്. അപ്പോൾ കോൺസെപ്റ്റ് മാറ്റുന്ന രീതിയിലുള്ള എസ്റ്റിമേറ്റ് ഇടാം. അതിന് എസ്റ്റിമേറ്റ് ഉൾപ്പെടുത്തുന്നുണ്ട്. എഞ്ചിൻ വർക്കിന് പുറമെയാണ്. അപ്പോൾ 2 എസ്റ്റിമേറ്റായിട്ട് ഞാൻ പറയാതെ എഞ്ചിൻ വർക്കിൻ്റെ സെപ്പറേറ്റ് ഇടാം, ബാക്കിയത്തെ വർക്ക് ചെയ്യുമ്പോൾ ഏകദേശം എത്ര വരുന്നിട്ട് അതിൻ്റെ എസ്റ്റിമേറ്റ് സെപ്പറേറ്റ് പറയാം. പിന്നെ അത് ഈ ക്ലച്ചിൻ്റെ കേബിളൊക്കെ ഓൾറെഡി കംപ്ലയിൻ്റ് ഉണ്ട്. അപ്പോൾ ക്ലച്ച് കേബിൾ നമുക്ക് മാറ്റിയിടാം. പിന്നെ ഈ അഴിക്കുമ്പോൾ ഈ കൂട്ടത്തിൽ കൂടെ ഉണ്ടല്ലോ ബോഡി, അതേ ടാങ്ക് അടക്കം അഴിച്ചിട്ട് ഫുള്ളായിട്ട് ബോഡി ഒന്ന് വാട്ടർ സർവീസ് ചെയ്യുക. കാരണം നമ്മളിപ്പോൾ എഞ്ചിൻ പുറത്തെടുത്തേക്കാമല്ലോ. അപ്പോൾ ഫുള്ളായിട്ടൊന്ന് കഴിയുന്നതിന് ശേഷം നമുക്ക് അതിൻ്റെ ചേസിൻ്റെ ഭാഗത്ത് എവിടെയെങ്കിലൊക്കെ തുരുമ്പ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. കാരണം പഴക്കം വരുമ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെ വരും. അപ്പോൾ ചെളി ഇരിക്കണമെന്ന് നമുക്ക് അറിയാൻ പറ്റില്ല. അപ്പോൾ നീറ്റായിട്ട് കഴിയുന്നതിന് ശേഷം നമുക്ക് എവിടെയെങ്കിലും തുരുമ്പോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പെയിൻറ്റ് ടച്ച് ചെയ്തതിന് ശേഷം എഞ്ചിൻ കയറ്റി സെറ്റ് ചെയ്ത് നമുക്ക് എടുക്കാം. പിന്നെ കാർബറേറ്റർ അസംബ്ലിയൊക്കെ നമ്മൾ അഴിച്ച് ഫുള്ള് ക്ലീൻ ചെയ്യണം. എയർ ഫിൽറ്റർ മാറ്റി പുതിയതിടും. ജനറൽ സർവീസിൻ്റെ കൂട്ടത്തിൽ കൂടെ വരുമ്പോൾ ബാക്ക് ബ്രേക്കൊക്കെ നമ്മൾ അഴിച്ച് ക്ലീൻ ചെയ്ത് അതിൻ്റെ ഭാഗങ്ങളൊക്കെ ചെക്ക് ചെയ്ത് കൊടുക്കും കേട്ടോ. ചെയിനൊക്കെ അഴിച്ച് ഫുള്ളായിട്ട് അഴിച്ച് ആ ഭാഗം ക്ലീൻ ചെയ്ത് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യാം.
ഫ്രണ്ട് ഫോർക്കിൻ്റെ ഭാഗത്തൊന്നും വേറെ പറയത്തക്ക കംപ്ലൈൻറ്റ് കാണുന്നൊന്നുമില്ല, ലീക്കേജ് ഒന്നുമില്ല. അപ്പോൾ കോൺസെപ്റ്റ് മാത്രമേ നമുക്ക് മെയിനായിട്ടുള്ളൂ. പിന്നെ ഫ്രണ്ട് ബ്രേക്കിൻ്റെ ഭാഗം, ഫ്രണ്ട് വീലൊക്കെ അഴിച്ച് ബ്രേക്ക് ക്യാമ കാര്യങ്ങളൊക്കെ അഴിച്ച് ഗ്രീസ് ചെയ്ത് അതും കൂടി നമ്മൾ ചെയ്യും കൂട്ടത്തിൽ. അപ്പോൾ നമ്മളിപ്പോൾ ഫസ്റ്റ് നമ്മൾ എഞ്ചിൻ്റെ വർക്കാണ് കംപ്ലീറ്റ് ചെയ്യണേ, അതിന് ശേഷമാണ് ബാക്കിയത്തെ ഇതിനകത്തേക്ക് വരുള്ളൂ. അപ്പോൾ എഞ്ചിൻ വർക്കിന് അതിൻ്റെ ഒരു പ്രൊസീജിയർ നടക്കുന്ന കൂട്ടത്തിൽ കിട്ടും. നമുക്ക് ഇതിൻ്റെ ഐറ്റം നമ്മളിപ്പോൾ ഇന്നലെ ഓർഡറിലേക്ക് പോയി കഴിഞ്ഞാൽ ഐറ്റം നമുക്ക് നാളെ വൈകിട്ടത്തേക്ക് കിട്ടും. അപ്പോൾ മറ്റന്നാൾ നമുക്ക് സെറ്റിങ്ങിനുള്ള രീതിയിലാണ് പ്ലാൻ ചെയ്തേക്കണേ. അപ്പോൾ വെള്ളിയാഴ്ച സെറ്റ് ചെയ്യാന്നുള്ള രീതിയിലാണ് നമ്മൾ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഐറ്റം ഇപ്പോൾ ഇന്ന് ഓർഡർ ചെയ്യാൻ നാളെ ഐറ്റം സാധനം കിട്ടും. പിന്നെ നമുക്ക് ഇത് ലേത്തി കൊടുക്കേണ്ട കേസുകളുണ്ടല്ലോ, ഇതും ഇപ്പം ഇന്ന് പോയി കഴിഞ്ഞാൽ നാളെ നമുക്ക് ഐറ്റം വരും. അപ്പോൾ നമുക്ക് എല്ലാം കൂടിയിട്ട് വെള്ളിയാഴ്ച നമുക്ക് സെറ്റ് ചെയ്യാവുന്നൊരു കണ്ടീഷനാണ് പ്ലാൻ ചെയ്തേക്കണേ. വെള്ളിയാഴ്ച നമുക്ക് സെറ്റ് ചെയ്യാം. പിന്നെ ആ കൂട്ടത്തിൽ തന്നെ ബോഡി അഴിച്ചതിന് ശേഷം നമുക്ക് വാട്ടർ സർവീസിനൊക്കെ കൈയോടെ തന്നെ നമുക്ക് കൊടുത്തേക്കാം. അപ്പോൾ പെയിൻ്റൊക്കെ ടച്ച് ചെയ്ത് റെഡിയാക്കി നിർത്താം കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ ഒരു എഞ്ചിൻ്റെ വർക്കിൻ്റെ ഒരു അപ്രോക്സിമേറ്റ് എസ്റ്റിമേറ്റ് ഞാൻ ഇടാം. അതിനുശേഷം മറ്റേ ജനറൽ സർവീസായിട്ട് വരുമ്പോൾ അതിനെത്ര വരും എന്നുള്ളത് അതിൻ്റെ എസ്റ്റിമേറ്റും കൂടി പറയാം. അതിനകത്ത് എഞ്ചിൻ വർക്ക് കഴിഞ്ഞതിന് ശേഷം വീണ്ടും നമ്മളിന്ന് അപ്ഡേറ്റ് ചെയ്യാം. എൻ്റെ എസ്റ്റിമേറ്റിൻ്റെ കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ എഞ്ചിൻ വർക്കിൻ്റെ ഡീറ്റെയിൽസ് കംപ്ലീറ്റ് ആയതിന് ശേഷം അതിൻ്റെ എസ്റ്റിമേറ്റ് നമ്മൾ കൃത്യമായിട്ട് പറയും. എത്രയാണ് എങ്ങനെയാണെന്നുള്ള ദിവസമൊക്കെ എഞ്ചിൻ്റെ എസ്റ്റിമേറ്റ് ഞാനിപ്പോൾ ഇട്ടേക്കാം, മറ്റേതും ഒരു ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ഇട്ടേക്കാം. അപ്പോൾ അതും പ്രകാരം നമുക്ക് ആ രീതിയിൽ വർക്ക് ചെയ്യാം. അപ്പോൾ വീഡിയോ കണ്ടപ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടേക്കാം, നമുക്കതനുസരിച്ച് വർക്ക് കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ.